മലപ്പുറം ഊറുങ്ങാട്ടേരിയിൽ കാട്ടാന കിണറ്റിൽ വീണു. കൂറാങ്കല്ല് സണ്ണിയുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് കാട്ടാന വീണത്. വനം വകുപ്പും പോലീസും രക്ഷാപ്രവർത്തനം നടത്തുകയാണ്. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. ഒപ്പം VK ജിഷാദും മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. അനീഷ്, ഗുഡ് മോർണിംഗ്. എപ്പോഴാണ് ഈ ആന വീണത്? ആ കിണറിന്റെ ഒരു പ്രത്യേകത, ഇതിനെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ദുഷ്കരമാണ്? അങ്ങനെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, പുലർച്ചയോടുകൂടിയാണ് ആന കിണറ്റിൽ വീണിരിക്കുന്നത്. സാധാരണഗതിയിൽ ഈ ജനവാസ മേഖലയിലും മറ്റുമൊക്കെ ആക്രമണം നടത്തുന്ന അല്ലെങ്കിൽ നാശനഷ്ടം വരുത്തുന്ന കഥകളാണ് നമ്മൾ അടുത്തിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ജനവാസ മേഖലയിൽ തന്നെ ഒരു സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിലാണ് ഇപ്പോൾ ആന വീണിരിക്കുന്നത്. ഇത് മലപ്പുറം ഊറുങ്ങാട്ടേരി എന്ന സ്ഥലമാണ്. അരീക്കോടിനോട് ചേർന്ന സ്ഥലമാണ്. വനമേഖലയോട് അടുത്ത സ്ഥലം തന്നെയാണ്. ഇവിടെ ഒരു കൃഷിയിടത്തിലാണ് ഈ കിണർ സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ആന വീഴുകയായിരുന്നു. വനംവകുപ്പും പോലീസും ചേർന്ന് ഈ വിവരം അറിഞ്ഞ ഉടൻ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധികം വെള്ളവുമില്ല. അതുകൊണ്ട് തന്നെ വലിയ താമസമില്ലാതെ പക്ഷേ ആനയെ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണ് അധികൃതർക്കുള്ളത്. വന്യമൃഗ ശല്യം നിരന്തരം നേരിടുന്ന ഒരു മേഖലയാണിത്. പലപ്പോഴും ജനവാസ കേന്ദ്രത്തിലേക്ക് ആന ഇറങ്ങി വലിയ നാശനഷ്ടം വരുത്തുന്ന ഒരു മേഖലയും കൂടെയാണ്. ഒരുപക്ഷെ കൂട്ടമായി കാട്ടാനകൾ ഈ സ്ഥലത്തേക്ക് എത്തി അവിടെ നിന്നും മടങ്ങിയപ്പോൾ അബദ്ധത്തിൽ ഒരു ആന കാൽവഴുതി ഈ കിണറ്റിലേക്ക് വീണതാവാം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും കുടിവെള്ളം അടക്കമുള്ള ആവശ്യത്തിനേക്ക് ഉപയോഗിക്കുന്ന കിണറല്ല ഇത്. കൃഷി ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന കിണറാണ്. ഈ കിണറിന് ആൾമറ, അതായത് ചുറ്റുമതിൽ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ആവും ഒരുപക്ഷെ അബദ്ധത്തിൽ ആന കിണറ്റിലേക്ക് വീണെന്ന ഒരു നിഗമനത്തിലാണ് ഉള്ളത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം എത്തി ഈ ആനയെ കരക്കെത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ശ്രീജ, അനീഷ്, കുറച്ചുനാൾ മുൻപ് നമ്മൾ ഇതുപോലെ സമാനമായ ഒരു ദൗത്യമൊക്കെ കണ്ടിരുന്നു. ഇതിന്റെ ഒരു ആഴമൊക്കെ വെച്ച് എത്രത്തോളം സമയം ആനയാണ് പുറത്തേക്ക് കയറ്റിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. അങ്ങനെ ആ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത, ഈ കിണർ അധികം ആഴമുള്ളതല്ല എന്ന് പറയുമ്പോഴും ഈ ആനയെ പുറത്തെത്തിക്കുക എന്നുള്ളത് ഒരു ശ്രമകരമായ ദൗത്യമാണല്ലോ. തീർച്ചയായും അങ്ങേയറ്റം ശ്രമകരമായ ഒരു ദൗത്യം തന്നെയാണ്. കാരണം ആനയെ മുകളിലേക്ക് എത്തിക്കാൻ അത് സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആനയെ പുറത്തെത്തിക്കുന്ന ഒരു ശ്രമകരമായ ദൗത്യം തന്നെയാണ്. നമ്മൾ കോതമംഗലത്തും മറ്റുമൊക്കെ ഈ രീതിയിൽ കണ്ടതാണ്. ഇത്തരത്തിൽ ആനയെ പുറത്തേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കം അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ഒരുപക്ഷെ കുങ്കി ആനകളുടെയും മറ്റുമൊക്കെ സഹായം തേടേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ സ്വന്തം നിലയിൽ കയറി വരാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലല്ല ആന എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങളും മറ്റുമൊക്കെ ഉപയോഗിച്ച് മറ്റ് കുങ്കിയാനയുടെ സഹായത്തോടെ വലിച്ചു കയറ്റുന്ന പോലുള്ള രീതികളിലേക്ക് അധികൃതർക്ക് കടക്കേണ്ടി വരും. എന്തായാലും എല്ലാ സാധ്യതകളും അധികൃതർ പരിശോധിച്ച് വരികയാണ്. ശരി അനീഷ്, ഇപ്പോൾ ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ശ്രീ ജിനേഷ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ജിനേഷ്, ഇത് ചെറിയ കിണറാണെന്നൊക്കെ അറിയുന്നു. അവിടെ നിന്ന് താങ്കൾക്ക് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇത് എത്രത്തോളം ആഴമുണ്ട്? ഈ ആന നല്ല ഊർജ്ജസ്വലനായി ഇരിക്കുന്നുണ്ടോ? ഇതിനെ രക്ഷിക്കാനുള്ള ദൗത്യം ഇപ്പൊ എങ്ങനെയാണ് നടക്കുന്നത്? നമസ്കാരം. പിന്നെ ആന കുഴപ്പമൊന്നുമില്ല. കണ്ടിട്ട് രാത്രിയായിരുന്നല്ലോ, അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒറ്റ നോട്ടത്തില് കുഴപ്പമൊന്നും കണ്ടില്ല. എണീറ്റ് നിൽക്കുന്നുണ്ട്. ഊർജ്ജസ്വലനാണ്, കുഴപ്പമൊന്നുമില്ല. ഏകദേശം ഒരു 8 മീറ്ററോളം ആഴമേ ഉള്ളൂ അതിന് കിണറിന്. ഇത് ഈ കുറച്ച് കാടുമായിട്ടൊക്കെ ചേർന്ന സ്ഥലമാണ്. പക്ഷെ ഇതിപ്പം ആളുകളൊക്കെ നല്ലോണം താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പുരയിടം, ഇപ്പൊ ഈ ആന വീണിട്ടുള്ള പുരയിടം എങ്ങനെയാണ്? ഈ ആനകളോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ ഒക്കെ വരുന്ന ഒരു സ്ഥലം തന്നെയാണോ ഇത്? വന്യമൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ ആനയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ കാട്ടുപന്നീന്റെ ഒരു ബുദ്ധിമുട്ടുള്ളത്. പിന്നെ കുരങ്ങ്, അങ്ങനെയുള്ള മൃഗങ്ങളെ ഇവിടെ എത്താറുള്ളൂ. അപ്പം കുറച്ചു നാളുകളായിട്ട് ആണ് ഈ കാട്ടാന ശല്യം വ്യാപകമാണ് ഈ മേഖലയിൽ. വ്യാപകമായിട്ട് കൃഷി നശിപ്പിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് കൃഷിയാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായിട്ട് നശിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ നിരന്തരം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരാതിയും നിവേദനവും അതുപോലെ സമരപരിപാടികളും ഒക്കെ നടത്തിയിരുന്നു. പിന്നെ DFO കഴിഞ്ഞ മാസം ഈ മേഖല തന്നെ, ഈ ആന വീണ ഈ മേഖല തന്നെ സന്ദർശിച്ച് പോയതാണ്. അവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് തന്നിട്ടുമുണ്ട്.
അതിനിടയിലാണ് ഇപ്പൊ ആനകൾ ഇങ്ങനെ കൂട്ടത്തോടെ ഇറങ്ങുന്നത്. 7 ആനകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് ഈ മേഖലയിൽ. പകൽ സമയത്തും അതിനെ നമുക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പോ സ്ഥിരമായിട്ട് ഈ ഫോറസ്റ്റ് മേഖലയിൽ വെള്ളം കുറവുള്ള സമയം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പുഴ സൈഡിലേക്ക് വന്നിട്ട് വെള്ളം കുടിക്കാനും മറ്റുമൊക്കെ ആയിട്ടാണ് സ്ഥിരമായിട്ട് വരുന്നതെന്ന് തോന്നുന്നു. അപ്പോ ഈ 2 ആനകളാണ് ഇപ്പൊ സ്ഥിരമായിട്ട് ഇപ്പൊ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് സ്ഥിരമായിട്ട് വരുന്നുണ്ട്. ഓരോ മേഖലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി സ്ഥിരമായിട്ട് 2 ആനകൾ വരുന്നുണ്ട്. അതില് ഇപ്പൊ നാട്ടുകാരും ഫോറസ്റ്റുകാരും ഒക്കെ കൂടിയിട്ട് ഓടിച്ച് ഈ ഫോറസ്റ്റിലേക്ക് തന്നെ കയറ്റിവിടുന്ന രീതിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഈ ആനയും കിണറ്റിൽ വീഴാനുള്ള സാഹചര്യം അത് തന്നെയാണ്. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? അവിടെ എല്ലാവരും ഉണ്ട്, ഫോറസ്റ്റിന്റെ ഒക്കെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ളവരുണ്ടോ? എങ്ങനെയാ നടക്കുന്നത് ഇപ്പോ? അല്ല, ഫോറസ്റ്റുകാര് ശരിക്കും പറഞ്ഞാല് ആനയെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചതായിരുന്നു ഇന്നലെ രാത്രി. സാധാരണഗതിയിൽ അങ്ങനെ വിളിക്കാറുണ്ട്. ആനയെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ ഞങ്ങള് ഫോറസ്റ്റ് അതുപോലെ നിലമ്പൂർന്ന് RRC സംഘങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടാണ് ആനയെ ഓടിച്ച് കയറ്റി വിടാറുള്ളത്. അതുപോലെ തന്നെ ഇന്നലെയും ഇവരെ ഞങ്ങൾ വിവരം അറിയിച്ചു. അവര് പാതി വഴി എത്തിയപ്പോ തന്നെ ആന കിണറ്റിൽ വീണ വിവരം ഞങ്ങൾ അവരെ അറിയിച്ചു. അതായത് വന്ന് ആന ഓടിക്കുന്നതിനിടയിലാണോ അത് കിണറ്റിൽ വീണത്? പടക്കം പൊട്ടിക്കും. ഞങ്ങള് ഈ ആനയാണോന്നറിയില്ല, 2 ആനകളാണ് ഉള്ളത്. ഒരാനയെ ഓടിച്ച് വേറെ ഭാഗത്തേക്ക് കയറ്റി വിട്ടു. ഇത് വേറൊരു ഓടിച്ചു വിട്ടതിന്റെ മറ്റൊരു ഭാഗമാണ്. അവിടെ ഇതിന് ചിലപ്പോ കൂടത്തിലുണ്ടായിരുന്ന ആനയായിരിക്കാം അത് കിണറ്റിൽ വീഴുകയുണ്ടായത്. ശരി, ഇപ്പൊ എന്താ ചെയ്യുന്നത്? ഈ സമയത്ത് നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് വെളിച്ചത്തിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു കാണുമല്ലോ ഇത്രയും നേരം. ഇപ്പൊ എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്? ഇല്ല, രക്ഷാപ്രവർത്തനം ഒന്നും ആയിട്ടില്ല. അത് ഫോറസ്റ്റ് അധികൃതർ അവരുടെ ചില കാര്യങ്ങളുണ്ടല്ലോ, നിയമപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവര് ചെയ്യുള്ളൂ. തൽക്കാലം കരക്ക് കയറ്റാനുള്ള കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എന്തായാലും കരക്ക് കയറ്റും. അതിനിപ്പോ നാട്ടുകാരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കരക്ക് കയറ്റി ഇവിടെ തന്നെ വിടാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇവിടുന്ന് മറ്റു കൊങ്കിയാനയോ മറ്റോ മയക്കോടിയൊക്കെ വെച്ചിട്ട് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് ഈ ആന ഇനി ഇങ്ങോട്ട് എത്താതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇതിനിപ്പം കയറ്റി JCB കൊണ്ട് മണ്ണ് മാറ്റി കയറ്റി വിടാവുന്നേ ഉള്ളൂ. പക്ഷെ ഇത് ജനവാസ മേഖലയാണ്. ഇവിടെ തന്നെ കയറ്റി വിട്ടാല് നാളെയും ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി മാറും. അതുകൊണ്ട് ഇവിടെ തന്നെ ഇതിന് തുറന്നു വിടരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. ശരി, അല്ല ഇനിയിപ്പോ ഇവിടെ തന്നെ തുറന്നു വിടാനുള്ള നീക്കങ്ങൾ നടക്കുകയാണെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്യും. ശരി, ജിനേഷാണ് വിവരങ്ങൾ നൽകിയത്. ഓടക്കയം ഗ്രാമപഞ്ചായത്ത് മെമ്പറാണ്. ഇന്നലെ രാത്രി ഈ ആന ഇറങ്ങിയതിനെ തുടർന്ന് ഇവർ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചിരുന്നു. ആനയെ ഓടിച്ചു വിടാൻ പടക്കം പൊട്ടിച്ചിരുന്നു. പക്ഷേ മറ്റൊരു ഭാഗത്ത് ആ സമയത്ത് തന്നെ ഈ ആന ഈ കിണറ്റിൽ പെടുകയായിരുന്നു. കിണർ അധികം ആഴമില്ലാത്തതായതിനാൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് അവർ കരുതുന്നത്. എന്തായാലും ആനയെ കരയ്ക്ക് കയറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അനീഷ് കുമാർ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ ജനവാസ മേഖലയിലേക്ക് ആന ഇറങ്ങുന്നത് ഇപ്പോൾ സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട്. ഈ പറയുന്നത് പോലെ വെള്ളം കിട്ടാതെ ആയി തുടങ്ങിയിട്ടുണ്ടാകും, വെള്ളം തേടിയൊക്കെ ഇറങ്ങുന്നതാവും. പക്ഷെ ഇപ്പോൾ ജിനേഷൊക്കെ പറയുന്നത് ആ ഭാഗത്ത് സ്ഥിരം ആന വരുന്നുണ്ട്, ഇത് തടയണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു, അതിനുള്ള കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് പറഞ്ഞിരുന്നു. ഈ ഒരു സമയത്താണ് ഈ മേഖലയൊക്കെ എത്രത്തോളം ഇങ്ങനെ കാട്ടാന ഉൾപ്പെടെ ഇറങ്ങുന്ന മേഖലയാണ്? ഈ ഒരു സ്ഥലം, പുരയിടത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ശ്രീജ, എന്തായാലും ഈ വേനൽക്കാലം എത്താൻ പോകുന്നു. ഏതാണ്ട് ഫെബ്രുവരിയോട് അടുക്കുന്നു. ഇനിയിപ്പോൾ വലിയ ചൂടിലേക്ക് സംസ്ഥാനം നീളുന്ന ഒരു സാഹചര്യമാണ്. കാടുകളിലും ഈ രീതിയിൽ തന്നെയുള്ള വലിയ താപനിലയിൽ വർധനവുണ്ടാകും. അതുകൊണ്ട് തന്നെ ജലാശയങ്ങളൊക്കെ പൂർണ്ണമായും വറ്റിക്കഴിയുമ്പോൾ ഈ വെള്ളം തേടിയും ഭക്ഷണം തേടിയും ഒക്കെ ആനകളും മറ്റു വന്യജീവികളും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷവുമൊക്കെ ഈ മാസങ്ങളിൽ വലിയ വന്യജീവി ശല്യമാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നേരിട്ടത്. പ്രത്യേകിച്ചും വയനാട് പോലുള്ള ഇടങ്ങളിൽ, ഇടുക്കി പോലുള്ള ഇടങ്ങളിലൊക്കെ നിരവധി സംഭവങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. അടുത്ത കാലത്തും വിവിധ ഇടങ്ങളിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് കാട്ടാനക്കൂട്ടവും മറ്റുമൊക്കെ എത്തുന്ന നിരവധി സംഭവങ്ങൾ പുറത്തേക്ക് വന്നിരുന്നു. നേരത്തെ പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഈ അടുത്ത കാലത്തായി വലിയ കൂട്ടമായി ആനകൾ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ചും വെള്ളം കുടിക്കാനായാണ് പലപ്പോഴും ഈ ആനകൾ എത്തുന്നത്. അവ ജനവാസ കേന്ദ്രങ്ങളിൽ അടുത്തും ജനവാസ കേന്ദ്രങ്ങളിലുമൊക്കെ ഈ കുടിക്കാൻ പര്യാപ്തമായ
കുളങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കിണറുകളോ മറ്റൊക്കെ പലപ്പോഴും കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. നാട്ടുകാർക്ക് വലിയ ശല്യമാണ്, വലിയ തലവേദനയാണ് ഈ കാട്ടാന കൂട്ടങ്ങൾ സൃഷ്ടിക്കുന്നതും. മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പടക്കം പൊട്ടിച്ചും മറ്റുമൊക്കെയാണ് പലപ്പോഴും ഈ ആനകളെ തുരത്താൻ നാട്ടുകാർ സ്വന്തം നിലയിലുള്ള ശ്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യുന്നു. അത്തരം ഒരു ശ്രമത്തിനിടയിലാവാം ഈ ആന ഈ കുളത്തിലേക്ക് അല്ലെങ്കിൽ ഈ കിണറ്റിലേക്ക് വീണത് എന്ന് തന്നെയാണ് മെമ്പറും നേരത്തെ വ്യക്തമാക്കിയത്. ഒരുപക്ഷെ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ ഈ പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന 2 ആനകൾ ഉണ്ടായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിൽ ഒരു ആനയാവണം വീണത് എന്ന ഒരു നിഗമനത്തിലേക്കും ഒരുപക്ഷെ എത്തേണ്ടി വരും. എന്തായാലും വലിയ താഴ്ചയില്ലാത്ത ഒരു കിണറാണ് എന്നാണ് പ്രദേശവാസികൾ തന്നെ പറയുന്നത്. അതുകൊണ്ട് പല രീതിയിലും ആനയെ പുറത്തെത്തിക്കാൻ കഴിയും. കാരണം ഈ ഒരു വീടിനോട് ചേർന്നുള്ള കിണറല്ലാത്തതുകൊണ്ട് തന്നെ, വലിയ ആഴത്തിലുള്ള ഒരു കിണറല്ലാത്തതുകൊണ്ട് തന്നെ ആ ഒരു വശം ഇടിച്ച് മാറ്റിയാൽ ഈ JCB മറ്റും ഒക്കെ ഉപയോഗിച്ച് അവിടുത്തെ മണ്ണ് നീക്കി ആ പ്രദേശം ഒന്ന് നേരെയാക്കി കൊടുത്താൽ ആനയ്ക്ക് തിരിച്ചു പോരാൻ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയും. പക്ഷെ അങ്ങനെ എത്തുമ്പോഴും ജനക്കൂട്ടവും ആളുകളും മറ്റൊക്കെ എത്തുമ്പോൾ ആന ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. അതുകൊണ്ട് മയക്കുവെടി വെച്ച് ഈ കുങ്കിയാനകളുടെയൊക്കെ സഹായത്തോടെ കൊണ്ടുപോകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിലുള്ള ഒരു പദ്ധതി വനംവകുപ്പ് ആവിഷ്കരിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ. എന്തായാലും ഈ മയക്കുവെടി മറ്റും വെക്കുന്നതിനുള്ള ഒരു അനുമതിയൊന്നും വളരെ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയില്ല എന്നാണ് നമുക്കറിയുന്നത്. എന്താന്ന് വെച്ചാൽ ഇത് ജനവാസ കേന്ദ്രത്തിൽ അങ്ങനെ നാശം വിതയ്ക്കുകയോ മനുഷ്യജീവനോ മറ്റുമൊക്കെ ദോഷം വരുത്തുന്ന ഒരു പ്രവൃത്തിയൊന്നും ഈ ആനയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കുങ്കിയാനയെ കൊണ്ടുവന്ന് ആനയെ തളച്ച് പുറത്തേക്ക് മാറ്റുന്നുള്ള ഒരു നീക്കമാകും ഒരുപക്ഷെ അധികൃതരുടെ ഭാഗത്തൊന്നും ഉണ്ടാവുക. അതിനുള്ള ശ്രമങ്ങളാവും ഉണ്ടാവുക. പഞ്ചായത്ത് മെമ്പർ തന്നെ പറഞ്ഞ വാക്കുകളനുസരിച്ച് നിലവിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടില്ല. എന്ത് മാർഗം ഇവിടെ പ്രയോഗിക്കണം എന്ന കാര്യത്തിൽ വനംവകുപ്പ് വൈകാതെ ഒരു തീരുമാനത്തിലേക്ക് എത്തും. ചെയ്യാം. അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കൂരാങ്കല്ല് സണ്ണി എന്നയാളുടെ കൃഷിയിടത്തിലെ കിണറ്റിലാണ് ഇന്നലെ രാത്രി കാട്ടാന വീണത്. ഈ ഭാഗത്ത് ഊർക്കാട്ടേരി ഭാഗത്ത് സ്ഥിരം കാട്ടാന ഇറങ്ങുന്നുണ്ട്. നാട്ടുകാർ ഈ വിഷയത്തിൽ പരാതിയുമായി അധികൃതരെയൊക്കെ സമീപിച്ചിരുന്നു. ഇതിനിടയിലാണ് ഇന്നലെ രാത്രി ഈ കൃഷിയിടത്തിൽ കൃഷി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന അധികം ആഴമില്ലാത്തൊരു കിണറാണ്. ആ കിണറ്റിലേക്ക് ഈ കാട്ടാന വീണത്. വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ രക്ഷാപ്രവർത്തനം നടത്താമെന്ന് പറയുമ്പോഴും നാട്ടുകാർക്ക് ഒരുപാട് ആശങ്കകളുണ്ട്. ഈ ആനയെ അവിടെ നിന്ന് കയറ്റി വിട്ടാലും വീണ്ടും ഇത് തിരിച്ചെത്തും എന്ന രീതിയിലൊക്കെ ഭീതിയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു നടപടി, ആ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലുള്ളൊരു നടപടിയാണ് ഇപ്പോൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ആവശ്യപ്പെടുന്നത്. രക്ഷാപ്രവർത്തനത്തിലേക്ക് കാര്യമായി കടക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം വനം വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട അനുമതികളും കാര്യങ്ങളും ഒക്കെ കിട്ടണം. ഇന്നലെ രാത്രി അർദ്ധരാത്രിയോടെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാവിലെ കുറച്ചുകൂടി നേരം വെളുത്താലായിരിക്കും രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് ഊർജിതമായി കടക്കാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും കഴിയുന്നത്.